ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൻ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഒരു മീഡിയം സൈസ് കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. കഴുകി ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവർ വേവിക്കാനായി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് കടലപ്പൊടി, 1/2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാറ്ററിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 മിനിറ്റ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ഇല്ല, കറിവേപ്പില ഇല്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലേവർ അതിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റിയാണ്. ഇത് ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മീതെ ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.